മുസ്ലിങ്ങളുടെ മതപഠന സ്ഥാപനമായ മദ്രസകൾ അഫിലിയേറ്റ് ചെയ്യാനായി 2 സർവകലാശാലകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭറാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. മദ്രസകൾക്ക് അംഗീകാരം നൽകാനുള്ള പ്രക്രിയ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സർവകലാശാലകൾ ആരംഭിക്കുന്നതെന്നും സംസ്ഥാനത്തെ എല്ലാ മദ്രസകളും സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. 2 സർവകലാശാലകൾ ആരംഭിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിനെ സർവകലാശാലകളുമായി ബന്ധിപ്പിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനായി സംസ്ഥാനത്തെ എല്ലാ മദ്രസകൾക്കും ഈ സർവകലാശാലകളുടെ അംഗീകാരം ഉണ്ടായിരിക്കണമെന്നാണ് ഓം പ്രകാശ് രാജ്ഭറിന്റെ വാദം. നിലവിൽ ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡാണ് സംസ്ഥാനത്തെ മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നത്. സർവകലാശാലകൾക്ക് കീഴിലായിരുന്നു മദ്രസകളെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നുവെന്നും മന്ത്രി പറയുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഏകദേശം 25,000-ഓളം മദ്രസകളുണ്ടെന്നാണ് കണക്ക്. ഇവയിൽ സർക്കാർ സഹായം ലഭിക്കുന്ന 560 എണ്ണം ഉൾപ്പെടെ 16,500 എണ്ണത്തിനാണ് സർക്കാരിന്റെ അംഗീകാരമുള്ളത്. ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമില്ലാത്ത 8,500 മദ്രസകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം ജാമിയത്ത് ഉലമ ഇ ഹിന്ദ്, നദ്വത്തുൽ ഉലമ, ദാറുൽ ഉലൂം ദിയോബാദ് ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരുമായും സംസാരിച്ച ശേഷം മാത്രമേ നിലവിലുള്ള മദ്രസാ സംവിധാനത്തിൽ മാറ്റം വരുത്താൻ പാടുള്ളൂവെന്ന് ജാമിയത്ത് ഉലമ ഇ ഹിന്ദിന്റെ നിയമോപദേശകനായ മൗലാന കാബ് റഷീദി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്താനും ഭരണഘടന അവകാശം നൽകിയിട്ടുണ്ട്. സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ സംവിധാനത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിൽ 2004-ൽ കൊണ്ടുവന്ന മദ്രസാ വിദ്യാഭ്യാസ നിയമം റദ്ദാക്കിക്കൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. നിയമത്തിലെ വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിൽ ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തെറ്റുപറ്റിയതായി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുകയും വ്യവസ്ഥകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയുമുണ്ടായി. 17 ലക്ഷത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. നിയമം മതപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. നിയമം റദ്ദാക്കിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി വിശദമായി പരിശോധിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി UP സർക്കാരിന് ഉൾപ്പെടെ നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടിരുന്നു.